നമസ്കാരം. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അടുത്ത ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ഫാക്ടർ മീറ്ററിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു സർക്യൂട്ടിലെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. പവർ ഫാക്ടർ എന്താണെന്ന് നമ്മൾ AC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ട്രൂ പവറും അപ്പാരന്റ് പവറും തമ്മിലുള്ള റേഷ്യോയിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ട്രൂ പവറും അപ്പാരന്റ് പവറും തമ്മിലുള്ള റേഷ്യോ. സാധാരണ രീതിയിൽ പവർ ഫാക്ടർ 1 ആണെങ്കിലാണ് എക്യുപ്മെന്റ്സ് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അതേപോലെ ഇംപ്രൂവ് വോൾട്ടേജ് ടു ദ എക്യുപ്മെന്റ്. അതേപോലെ തന്നെ നമുക്ക് പവർ ലോസ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് നമ്മുടെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് ഓരോ സബ്സ്റ്റേഷനിലും വെച്ചിട്ട് പവർ ഫാക്ടർ ചെക്ക് ചെയ്യുന്നത്. ലോസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പവർ ഫാക്ടർ 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും നല്ല എഫിഷ്യൻസി, മോട്ടറാണെങ്കിലോ ഏതാണെങ്കിലും ഏറ്റവും നല്ല എഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പവർ ഫാക്ടർ മീറ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. പവർ ഫാക്ടർ മീറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. പവർ ഫാക്ടർ മീറ്ററിനെ നമുക്ക് മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇലക്ട്രോ ഡൈനമോ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററും, 2 മൂവിംഗ് അയൺ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററും. ഈ ഇലക്ട്രോ ഡൈനമിക് ഇൻസ്ട്രുമെന്റിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഫേസ് എന്നും 3 ഫേസ് എന്നും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഇലക്ട്രോ ഡൈനമോ മീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അതിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഫിഗറും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു പവർ ഫാക്ടർ മീറ്ററിന്റെ ഉള്ളിലുള്ള പാർട്സുകൾ നോക്കാം. നമുക്കറിയാം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഡൈനമോ മീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങള് എന്ന് പറഞ്ഞാല് 2 കോയിലുകൾ, 2 ഫിക്സ്ഡ് കോയിലുകളും ഉണ്ട്, 2 മൂവബിൾ കോയിലുകളും ഉണ്ട്. ഈ ഫിക്സ്ഡ് കോയിലുകളെ നമ്മള് കറന്റ് കോയിൽ എന്നും മൂവബിൾ കോയിലിനെ നമ്മൾ പ്രഷർ കോയിലായിട്ടുമാണ് കണക്കാക്കുന്നത്. ഫിഗറില് ഫിക്സ്ഡ് കോയിലിനെ നമ്മള് F1 F2 എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറന്റ് കോയിൽ ആയിട്ടാണ് നമ്മൾ ആ ഫിക്സ്ഡ് കോയിൽസ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ലോഡിന് സീരീസ് ആയിട്ടായിരിക്കും ആ കറന്റ് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി മൂവബിൾ കോയില് പ്രഷർ കോയിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളുടെ ഫിഗറിൽ അത് C1 C2 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് സപ്ലൈക്ക് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെയോ ഈ മൂവബിൾ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്പിൻഡിലിനോടാണ്. സ്പിൻഡിലിനോട് ഒരു പോയിന്റർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ആ C1 C2 ഒന്നുകൂടി നോക്കി നോക്കൂ. C1ന്റെ ഒരെൻഡില് നമ്മൾ ഒരു പ്യുവർ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. C2ലാണെങ്കിൽ ഒരു ഇൻഡക്ടർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി C1ൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിനെ നമുക്ക് I1 എന്നും C2ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് I2 എന്നും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് നോക്കാം. ഒരു സർക്യൂട്ടിലുള്ള പവർ ഫാക്ടർ 1 ആണെന്ന് വിചാരിക്കും. 1 ആണെങ്കിൽ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന തത്വം എന്താണെന്ന് വെച്ചാല് 2 തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. 2 പ്രഷർ കോയിലുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് നമ്മളിവിടെ കണക്ക് കൂട്ടുന്നത്. ഇനി പവർ ഫാക്ടർ 1 ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? റെസിസ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. റെസിസ്റ്റർ ഒരു AC സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. കറന്റും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. എന്നാലോ നമ്മുടെ ഇൻഡക്ടറിലാണെങ്കിലോ കറന്റ് ലാഗ് ചെയ്യും.
വോൾട്ടേജ് ലീഡ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഓക്കെ, ഇനി 1 ആവുന്ന കണ്ടീഷനിൽ, അതായത് പവർ ഫാക്ടർ 1 ആവുന്ന കണ്ടീഷനിൽ C1 ഇൻ ഫേസ് ആവും. ഓക്കെ, C1ൽ കൂടെ കടന്നു പോകുന്ന കറന്റ് ഇൻ ഫേസ് ആവുകയും C2ൽ കൂടെ കടന്നു പോകുന്ന കറന്റ് I2 ലാഗ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ C1ന് എന്തുണ്ടാവും? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. C1ല് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ C1ത്തെ ടോർക്കും അതേപോലെ തന്നെ കറന്റ് കടന്നു പോകുമ്പോ നമ്മുടെ കറന്റ് കോയിലുകൾ F1ഉം F2ഉം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ആ 2 മാഗ്നറ്റിക് ഫീൽഡിന്റെയും കൂടി ഇന്ററാക്ഷന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഈ C2നെ അട്രാക്ട് ചെയ്യും, പെർപെൻഡിക്കുലർ ആയിട്ട് നിർത്തും. അതുകൊണ്ട് തന്നെ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു നീഡിലല്ലേ? ആ നീഡിൽ എന്ത് ചെയ്യും? കറക്റ്റ് പവർ ഫാക്ടർ 1 എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി അടുത്ത കേസിൽ കറന്റ് ലാഗ് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. പവർ ഫാക്ടർ ലാഗ് ചെയ്യുകയാണെങ്കിൽ C1ൽ കൂടെ എന്തുണ്ടാവില്ല? കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻഫേസ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? C2 ആയിരിക്കും അല്ലെ? ഇൻഫേസ് ആയിട്ട് വരുന്നത് C2 ആണ്. C2ല് ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യുകയും അത് പോയിന്ററിനെ എങ്ങോട്ട് കൊണ്ടുവരും? നമ്മുടെ ലാഗിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. ആ ലാഗിംഗ് പൊസിഷനിൽ പോയിന്റർ എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്ന് നോക്കി നമുക്ക് അപ്പോൾ ഉള്ള പവർ ഫാക്ടർ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും സിമ്പിൾ ആണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ഏതൊരു സർക്യൂട്ടിലാണെങ്കിലും പവർ ഫാക്ടർ 1 ആയി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഇക്വിപ്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഉണ്ടാവുന്ന കൺട്രോളിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ C1ലെയും C2ലെയും ഉണ്ടാവുന്ന 2 ടോർക്കുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റില് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഏകദേശം എല്ലാ ഭാഗത്തോളം നമ്മൾ ഈ യൂണിറ്റിലെ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നന്നായി പഠിക്കുക.